നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടിയപ്പോൾ മധുര പച്ചടിയോട് അല്പം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഓണവിഭവങ്ങൾ പൈനാപ്പിൾ പച്ചടിയും ഉൾപ്പെടുത്താം അല്ലേ? പക്ഷേ ആ തീരുമാനത്തോട് ഇഷ്ടമില്ലാത്തവരുമുണ്ട് കേട്ടോ വീട്ടിൽ. മധുര പച്ചടി വീട്ടിലെ മധുരം ഇഷ്ടമില്ലാത്ത ചിലർക്ക് പിടിക്കില്ല. അപ്പോൾ പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പൊടി പൊടിച്ച് മാറ്റാം. ഇനി കത്തി കൊണ്ട് മുകളും മൂടറ്റവും ചെത്തി മാറ്റാം. ഇനി പൈനാപ്പിൾ നിവർത്തി വെച്ച് നീളത്തിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റാം. പൈനാപ്പിൾ പച്ചടിയും പുളിശ്ശേരിയും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഈ ചെത്തി വൃത്തിയാക്കലാണ് വലിയൊരു ജോലി. ചെത്തിയ പൈനാപ്പിളിനെ വട്ടത്തിലുള്ള കുരുപ്പ് ചെത്തി മാറ്റണം. അത് ചിലർക്ക് ചൊറിച്ചിൽ പോലുള്ള അലർജി ഉണ്ടാക്കും. കൈയോടെ തന്നെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വൃത്തിയാക്കിയ പൈനാപ്പിൾ രണ്ടായി മുറിക്കാം. പൈനാപ്പിൾ പച്ചടിക്ക് പകുതി മാത്രമേ വീട്ടിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളേ. അതിനെ വീണ്ടും രണ്ടായി മുറിക്കാം. അതിനെ നീളത്തിൽ വരിഞ്ഞ് ചെറു കഷ്ണങ്ങളായി അരിയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചെറുതായിട്ട് അരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ടതും രുചി നോക്കാനെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇനി പച്ചടിക്ക് ആവശ്യമായ തേങ്ങ തിരുവിയെടുക്കാം. തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായി അരമുറി തേങ്ങ തിരുവിയതും 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും ഒന്ന് അരച്ചെടുക്കാം. ഇനി ചട്ടിയിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞിടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സാക്കി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് മധുരത്തിന് ആവശ്യമായ ശർക്കരയും ഇട്ട് ഒന്നിളക്കി മൂടി കൊണ്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. വെള്ളമെല്ലാം വറ്റി പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞാൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. ജാറിലേക്ക് വെള്ളവും ഒഴിച്ച് ഒന്ന് അലച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കി അരപ്പെല്ലാം മിക്സാക്കി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് പാകപ്പെടുത്തിയെടുക്കാം. അരപ്പെല്ലാം വെന്ത് പൈനാപ്പിൾ പിടിച്ചു വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ തൈരൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. എല്ലാ രുചികളും ഒന്ന് കൂടി ചേരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി പച്ചടിക്ക് ടേസ്റ്റ് കൂട്ടാൻ കടുക് വറുക്കാമല്ലേ. ഒരു കുഞ്ഞൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അല്പം കടുകും കുറച്ച് ഉലുവയും ഇട്ടൊന്ന് പൊട്ടിക്കാം. അതിലേക്ക് വറ്റമുളകും പിച്ചിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി മൂടി തുറന്ന് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇനി മൂടി കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ കടുക് വറുത്ത മണം പോകാതെ നിൽക്കും. ഇനി പൈനാപ്പിൾ പച്ചടി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കോരാം. നല്ല മധുരമുള്ള ആവശ്യത്തിന് പുളിയും നല്ല നിറവുമുള്ള പൈനാപ്പിൾ പച്ചടി ഓണ വിഭവങ്ങളിൽ നിറം നൽകിക്കൊണ്ട് റെഡിയായിട്ടുണ്ട്.